പൃഥ്വി എങ്ങോട്ടേ രാത്രിയിൽ പോയത്? ഓ, ആർക്കറിയാം? അതെന്താ നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചാലും ബിസിനസിന്റെ കാര്യത്തിനാണെന്നേ പറയൂ. ഈ പാതിരാത്രിക്ക് എന്ത് ബിസിനസ്? എനിക്കറിയില്ലമ്മേ. അതൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ? അവിടെ കിടന്ന് എന്തോ കമ്പ് വയറ്റിൽ കൊണ്ട് കയറി. ഈ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്ന് അറിയോ കിരൺ? വിളിച്ച് പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത വഴിപാടുകളും ഇല്ല. അത്രയ്ക്ക് ക്രിട്ടിക്കലായിരുന്നു നിന്റെ അവസ്ഥ. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടോ? നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? നീ എന്റെ അനുജനല്ലേ? നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ കടമയല്ലേ മോനെ? നിനക്ക് എന്താവശ്യം വന്നാലും ഈ ചേച്ചി കൂടെ തന്നെ ഉണ്ടാവും. ചേച്ചി വിഷമിക്കരുത്, ധൈര്യമായിട്ടിരിക്ക. ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഞാനെന്നാ പുറത്ത് കാണും. പോട്ടെ. സർ, നീ അവരുടെ കയ്യിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങിച്ചോ? ഇല്ല സർ, ഇതുവരെ വാങ്ങിയിട്ടില്ല. ഛേ, അതെന്താ വാങ്ങാത്തത്? ഇപ്പൊ തന്നെ അത് വാങ്ങിക്കൊണ്ട് പോ. അത് സർ, ഹോസ്പിറ്റലിൽ കുറച്ച് അത്യാവശ്യത്തിന് നിൽക്കാൻ ഞാൻ. അതുമാത്രമല്ല, വിഗ്രഹങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന അത്ര സേഫ് അല്ല. ആരെങ്കിലും കണ്ടാ പിന്നെ സാറേ തിരിച്ചു കിട്ടാൻ വലിയ പാടാ. എങ്കിൽ പിന്നെ അത് നമ്മുടെ ഗോഡൌണിലേക്ക് മാറ്റിക്കോ. അപ്പോ അതിനാരാ കാവല്? അതിന് അവന്മാരെ തന്നെ കൂട്ടിക്കോ. അവരുടെ സെറ്റപ്പിൽ വിഗ്രഹങ്ങൾ സൂക്ഷിക്കണ്ട. അത് നമ്മുടെ അണ്ടറിലാവുമ്പോ അത് അവർക്കത് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ധൈര്യം വരില്ല. ഓക്കെ, നാളെ തന്നെ ഞാൻ അവരെ വിഗ്രഹങ്ങളടക്കം ഗോഡൌണിൽ എത്തിച്ചോളാം. നാളെയല്ല, ഇന്ന്, ടുഡേ. ഇപ്പൊ തന്നെ നീ പോയി അവരെ മാറ്റണം. എനിക്കെന്തോ മനസ്സിലൊരു നെഗറ്റീവ് തൊട്ട് വീണ് കഴിഞ്ഞു. ഉടനെ അത് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. നീ ഇപ്പൊ തന്നെ പോയേ പറ്റൂ. ശരി സർ, ഞാൻ പോവാം. അതാണ് നല്ലത്. ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ സർ, ശരി. ഓക്കെ. എന്താ മോളെ കാലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എന്റെ കാലിന് വല്ലാത്ത വേദന. അയ്യോ, അതെന്ത് പറ്റി മോളെ? അറിയില്ല അമ്മ. പാദത്തിന് നീര് വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ അങ്ങനെയൊക്കെ വരുന്നതല്ലേ? അതൊക്കെ 5-6 മാസം കഴിഞ്ഞല്ലേ വരൂ. നിനക്കിത് 2 മാസം പോലും ആയിട്ടില്ലല്ലോ. ഇത് ചിലപ്പോ കുറേ സമയം നിന്നേന്റെ ആയിരിക്കും. ഞാനൊന്ന് തടവി തരാം. ആ ദുർഗ ഉണ്ടായിരുന്നെങ്കിൽ തടവിപ്പിക്കായിരുന്നു. അമ്മയ്ക്ക് പാടല്ലേ? അതൊന്നും സാരമില്ല, കുറച്ചേരം ഞാൻ തടവിത്തരാം. എങ്ങനെയുണ്ട്? കൊള്ളാം അമ്മ. ആ പാദം കൂടി ഒന്ന് പിടിച്ചു വിട്ടേ. ഇവിടെയാ? ഇവിടെ കൂടെ. ആ കിരണും ദുർഗ ഇവിടുന്ന് പോകാന്ന് സമ്മതിച്ചിരുന്നപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഇനി അതുങ്ങൾ പോവോ എന്തോ. അതാ ഇപ്പൊ എന്റെ സങ്കടം. ഞാനും അത് ഓർത്തു. പിന്നെ ആക്സിഡന്റ് ആയ സ്ഥിതിക്ക് കൊറേ ദിവസം ആശുപത്രി തന്നെ ആയിരിക്കുമല്ലോ. തിരിച്ചിങ്ങോട്ട് വരാതെ അവിടുന്ന് തന്നെ അവരെ അങ്ങോട്ട് വിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണം. അങ്ങനെ സംഭവിച്ചാൽ അത് നല്ലതായിരുന്നു. എങ്ങനെയെങ്കിലും
ഇവിടുന്ന് അവരെ രണ്ടിനെ ഒന്ന് മാറ്റി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവര് രണ്ടുപേരും എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാ ഈ വീട്ടിനകത്ത് കയറി കൂടിയിരിക്കുന്നെ. അവരുടെ ലക്ഷ്യങ്ങൾ എന്തായാലും അത് സാധിച്ചെടുക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ടാ അവര് ചെല്ലാന്ന് മുത്തശ്ശിയോട് പറഞ്ഞു എന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോ ഞാനൊരു സംശയം പറഞ്ഞത്. ഇനിയിപ്പോ ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി ആക്സിഡന്റ് അവർ ഉണ്ടാക്കിയതാണോ എന്ന് പോലും നമുക്കറിയില്ല. ഏയ്, ആക്സിഡന്റ് അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞൊന്നും അവർക്ക് ആശുപത്രി നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പൂർണിമ അങ്ങോട്ട് പോയിട്ടുള്ളതല്ലേ, കള്ളത്തരം കാണിച്ച് അവരുടെ മുന്നിലൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. അല്ല മോളെ, ഈ പൃഥ്വി എങ്ങോട്ടേ രാത്രിയിൽ പോയത്? ഓ, ആർക്കറിയാം. അതെന്താ നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചാലും ബിസിനസിന്റെ കാര്യത്തിനാണെന്നേ പറയൂ. ഈ പാതിരാത്രിക്ക് എന്ത് ബിസിനസ്? എനിക്കറിയില്ലമ്മേ. അതൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ? പൃഥ്വി എപ്പോഴും നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. അതിന് വഴക്കുണ്ടാക്കണം, ബഹളം വെക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവന് നീ നിന്റെ സ്നേഹത്തിൽ തളച്ചിടണം. നീ പറയുന്നതേ അവൻ കേൾക്കാവൂ. നിന്റെ ചൊൽപ്പടിക്ക് അവൻ നിന്നാലേ ഈ സ്വത്തുക്കളും വീടിന്റെ അധികാരവും നിന്റെ കൈകളിലേക്ക് എത്തിച്ചേരൂ. ഇതൊക്കെ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു മോളെ. അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് വെറുതെ പറഞ്ഞാ മതി. അമ്മ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഇവിടുത്തെ ആൾക്കാര്. നമ്മളൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോഴേ അതെല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് എതിരായിട്ട് അവരെല്ലാം പ്രവർത്തിക്കും. അതിപ്പോ പൃഥ്വി ആണെങ്കിലും പൂർണിമേച്ചി ആണെങ്കിലും അങ്ങനെ തന്നെയാ. ഇത്രയും നാൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കരുതി ഇപ്പൊ സാഹചര്യം മാറിയില്ലേ? നീ ഇപ്പൊ ഗർഭിണിയല്ലേ? ആ ഒരൊറ്റ കാര്യം മതി പൃഥ്വിയെ നിന്റെ കാൽ കീഴിൽ നിർത്താൻ. അവന് നീ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കണം. അവൻ എവിടെ പോയാലും നിന്നെ വിളിക്കണം, നിന്റെ അനുവാദം ചോദിക്കണം. ആ രീതിയിലേക്ക് നീ മാറ്റിയെടുക്കണം. ശ്രമിക്കാം. എന്തായാലും പൃഥ്വി ഒന്ന് തിരിച്ചു വരട്ടെ. കാലിന്റെ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. അമ്മ നിർത്തണ്ട, കുറച്ചു നേരം കൂടെ തടവിക്കോ. ഓ, അതൊക്കെ മതി. എനിക്ക് കൈ വേദനിക്കാൻ തുടങ്ങി. നീ കിടക്ക്. ശരി അമ്മ. ശരി, കിടന്നോ. ഈശ്വരാ, കിരണിനൊരാപത്തും വരുത്തല്ലേ. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീരിനൊരറുതി വരുത്തി കിരണിന് ആയുസ്സും ആരോഗ്യവും തിരിച്ചു കൊടുക്കണേ ഭഗവാനേ. ഈശ്വരാ, മനസ്സിൻ്റെ ഭാരം അങ്ങ് ഒഴിയുന്നില്ല ദേവാ. കിരണിൻ്റെ കാര്യം ഓർത്തിട്ട് ഒരു മനസ്സമാധാനമില്ല. അതുതന്നെയാണ് എൻ്റെയും അവസ്ഥ.